ഞാൻ പറയുന്നത് രണ്ടും ചേർത്താണ്. ആ കാലം ഉണ്ട്. ഇത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ആദ്യം നിന്ന് അതിന്റെ ഭാഗമായിട്ട് അന്തമാൻ നിക്കോബാറിലേക്ക് നാട് കടത്തപ്പെട്ടു. നാട് കടത്തപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് മാപ്പ് എഴുതി കൊടുത്ത് ഒന്നും രണ്ടും മാപ്പ് കടലാസല്ല ചെയ്തത്, 6 പ്രാവശ്യം 6 കത്ത് എഴുതി. ആ 6 കത്തതിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പുറത്തു വിട്ടത്. അപ്പോൾ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് ഞാൻ ഒരു തരത്തിലും ബന്ധപ്പെടില്ല, നിങ്ങൾക്ക് അലോസരമുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വന്ന സവാർക്കർ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ അതിനൊക്കെ രേഖയുണ്ടെന്ന് വെറുതെ ഇല്ല എന്ന് പറയേണ്ട കാര്യം നിങ്ങൾ ആളെ പറ്റി പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. ഞാൻ കൃത്യമായി രേഖ വെച്ചിട്ട് ഞാൻ പറയുന്നത്, കൃത്യമായ രേഖ. അതിന്റെ കൃത്യമായിട്ട് പോകണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എഴുതിയ കത്തിന്റെ കോപ്പി തരാം. പോരെ? അത് നിങ്ങൾ അതിന് തയ്യാറുണ്ടെങ്കിൽ ഞാൻ കോപ്പി തരാം. ഞാൻ ഗവർണർ SFI ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ കൂട്ടി കണക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതെനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഈ മറുപടി ഇങ്ങനെ പറയുന്നത്. പോരെ? വെറുതെ അത് ഗവർണറോട് ചോദിക്കണം കേട്ടോ. ഗവർണറോട് തന്നെ ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യമാണ്. അതായത് കൃത്യമായിട്ട് സവർക്കറെ പറ്റിയുള്ള ധാരണ, അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് അന്തമാൻ നിക്കോബാർ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരാളാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സൗജന്യത്തിൽ. അതുകൊണ്ട് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഏറ്റവും പ്രമുഖരാണ് എന്ന് പറയുന്നത് യാതൊരു കാര്യമില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അതിന് ഞാൻ മറുപടി പറയില്ല എന്നൊക്കെ അറിയില്ലേ? അതാണ് പറയേണ്ട കാര്യമില്ല. എനിക്കെന്തിനാ മറുപടി പറയേണ്ട കാര്യം? നിങ്ങൾക്ക് നാളത്തെ പത്രത്തിൽ വാർത്ത എടുത്താനല്ലേ?